അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ നമുക്ക് സമാധാനവും പ്രതീക്ഷയും സന്തോഷവുമൊക്കെ നൽകുന്ന പ്രാർത്ഥനകളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ശീലമാക്കേണ്ടുന്ന പ്രാർത്ഥനകളാണ് പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ. അദ്കാർ സ്വബാഹി വൽ മസ, സുബഹിക്ക് ശേഷവും അതുപോലെ തന്നെ അസർ നമസ്കാരത്തിന് ശേഷവും ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച പ്രാർത്ഥനകൾ. പലപ്പോഴും ജീവിതത്തിൽ സമാധാനം കിട്ടണില്ല, ഒരുപാട് പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു നടക്കുമ്പോഴും അതിനെല്ലാമുള്ള സൊല്യൂഷൻ, അതിനെല്ലാമുള്ള യഥാർത്ഥ പരിഹാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ദീനിൽ ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥ മാർഗനിർദ്ദേശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക എന്നുള്ളതാണ്. അതിൽ നമ്മൾ വിശ്വാസം സമർപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അത് കൃത്യമായി വിശ്വസിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത സ്വസ്ഥതയിലേക്ക്, സമാധാനത്തിലേക്ക്, നിർഭയത്വത്തിലേക്ക് നമ്മൾ എത്തും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന, ചെറിയ പ്രാർത്ഥന, എല്ലാം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്ത, പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. എന്താണ് ഫാത്തിമ, നിനക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിന്നെ തടയുന്ന ഘടകമെന്താണ്? നിനക്കത് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ആ പ്രാർത്ഥന? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. യാ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനെ. അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് നാമങ്ങളാണ് ഹയ്യ്, ഖയ്യൂം എന്നുള്ളത്. അതാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിൻ്റെ ഉത്തമ നാമം എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ നാമം കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇസ്മുല്ലാഹിൽ അഅ്ലം കൊണ്ട്, അള്ളാഹിൻ്റെ ഉന്നതമായ നാമം കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ അവന് നൽകും, പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉത്തരം നൽകപ്പെടും. അതേതാണ് നാമമെന്ന് ചർച്ച ചെയ്യുമ്പോൾ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞതാണ് അത് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹയ്യ്, ഖയ്യൂം എന്നുള്ള നാമങ്ങളാണ്. കാരണം അള്ളാഹുവിൻ്റെ പരിപൂർണതയാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു പൂർണ്ണമായ ജീവിതത്തിൻ്റെ ഉടമയാണ്. അവന് മരണമില്ല, അവന് രോഗങ്ങളില്ല, ജീവിതത്തിൻ്റെ ഒരു ന്യൂനതയും അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അൽ ഹയാത്തുൽ കാമില, പരിപൂർണമായ ജീവിതം. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ബാക്കിയുള്ളവയെല്ലാം മരിക്കുന്നതാണ്. അൽ ഖയ്യൂം, അവൻ സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളവയെ നിലനിർത്തുന്നവനുമാണ്. ലോകത്ത് എന്തെല്ലാമുണ്ടോ അവയെല്ലാം നിയന്ത്രിക്കുന്നത് റഹ്മാനായ റബ്ബാണ്. ആ റബ്ബിൻ്റെ ഈ രണ്ട് നാമങ്ങൾ മുൻനിർത്തിയാണ്
അത് വിളിച്ചുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അവിടെ തന്നെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത ഏറുകയാണ്. പിന്നീട് നമ്മൾ ചോദിക്കുന്നത് ബിറഹ്മതിക അസ്തഗീസ്, ബിറഹ്മതിക, നിൻ്റെ കാരുണ്യം കൊണ്ട്. ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിലെ ഓരോ പദങ്ങൾ നമ്മൾ പറയുമ്പോഴും അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരണം. ബിറഹ്മതിക്, അല്ലാഹുവേ നിൻ്റെ കാരുണ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, നിന്നോട് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം എല്ലാറ്റിലും വിശാലമാണ്. അല്ലാഹുവിൻ്റെ കാരുണ്യമെത്താത്ത ഒന്നും ലോകത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് റബ്ബിൻ്റെ കാരുണ്യം നമുക്ക് വേണം. ആ കാരുണ്യമെന്ന റഹ്മത്തെന്ന വിശേഷണം, ആദ്യം അള്ളാഹിൻ്റെ 2 നാമങ്ങൾ പറഞ്ഞു, പിന്നെ റബ്ബിൻ്റെ വിശേഷണം മുൻനിർത്തി. അതെല്ലാം പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള കാരണങ്ങളാണ്. പിന്നീട് അസ്തഗീസ്, അല്ലാഹുവേ നിന്നോട് ഞാൻ സഹായം ചോദിക്കുകയാണ്. അസ്തഗീസ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള സഹായത്തേട്ടം, അതല്ലെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടേണ്ട വിഷയം, അങ്ങനെയുള്ളതിനാണ് ഇസ്തിഗാസ എന്ന് അറബിയിൽ പറയുന്നത്. അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ വിനയത്തോടെ, അങ്ങേയറ്റത്തെ താഴ്മയോടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മൾ സഹായം ചോദിക്കുകയാണ്. പിന്നീട് ശേഷം പറയുന്നത് അസ്ലിഹ് ലീ ശഅ്നീ കുല്ല, അല്ലാഹുവേ എൻ്റെ കാര്യമെല്ലാം നീ ശരിയാക്കി തരണേ. അസ്ലിഹ്, നീ ശരിയാക്കി തരണേ, ലീ എനിക്ക് വേണ്ടി, ശഅ്നീ എൻ്റെ കാര്യം, കുല്ലഹു എല്ലാ കാര്യവും, നമ്മുടെ എല്ലാ കാര്യവും ഇതിൽ പെടാത്ത ഒന്നുമില്ല. അത് നമ്മുടെ സ്വന്തം ജീവിതത്തിലെ, സ്വന്തം ശരീരത്തിലെ, അതുപോലെ തന്നെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, വിദ്യാർത്ഥികളാണെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട്, സമ്പത്തുമായി ബന്ധപ്പെട്ട്, ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹിനോട് നമുക്ക് ചോദിക്കാനുണ്ടോ അതെല്ലാം ഉൾപ്പെടുകയാണ്. അവിടെയെല്ലാം എങ്ങനെയാണോ ശരിയാക്കേണ്ടത് അത് നമ്മൾ ചോദിക്കുകയാണ്. ഇതിൽ പെടാത്തൊരു വിഷയമല്ല, എല്ലാം ഇതിൽ ഉൾപ്പെട്ടു. അസ്ലിഹ് ലീ ശഅ്നീ കുല്ല, അല്ലാഹുവേ എൻ്റെ എല്ലാ കാര്യവും നീ ശരിയാക്കി തരണമേ. വലാ തകിൽനി, നീ എന്നെ ഏൽപ്പിക്കരുതേ, വലാ തകിൽനി എന്നെ ഏൽപ്പിക്കരുതേ, ഇലാ നഫ്സി എന്നിലേക്ക്, എൻ്റെ കാര്യത്തെ എന്നിലേക്ക് നീ ഏൽപ്പിക്കരുതേ. ത്വർഫത ഐൻ, കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തേക്ക് പോലും എൻ്റെ കാര്യം റബ്ബെ എന്നെ ഏൽപ്പിക്കരുത്. നിൻ്റെ സഹായമുണ്ടാകണം, നിൻ്റെ കാരുണ്യമുണ്ടാകണം, നിൻ്റെ സംരക്ഷണമുണ്ടാകണം. എല്ലാം അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തവക്കുലാക്കുന്ന ഞാൻ അങ്ങേയറ്റത്തെ നിസാരനാണ്, ഞാൻ അങ്ങേയറ്റം ദുർബലനായ സൃഷ്ടിയാണ്. നിൻ്റെ കാരുണ്യം കൊണ്ടും നിൻ്റെ ഫضല് കൊണ്ടുമാണ്, നിൻ്റെ സംരക്ഷണം കൊണ്ടാണ്, നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് ആത്മാർത്ഥമായ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ നടത്തുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എല്ലാ പ്രഭാതത്തിലും, സുബഹി നമസ്കാരത്തിന് ശേഷം, എല്ലാ പ്രദോഷത്തിലും, അസർ നമസ്കാരത്തിന് ശേഷം നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നവൻ നമ്മേക്കാൾ നമ്മുടെ റബ്ബാണ്. ആ റബ്ബിനോട് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാമങ്ങളും ഗുണവിശേഷണങ്ങളുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്. അതെല്ലാം ശരിയാക്കി തരാൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅ്നീ കുല്ല വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, യാ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനെ, ബിറഹ്മതിക നിൻ്റെ കാരുണ്യം മുൻനിർത്തി, നിൻ്റെ കാരുണ്യം കൊണ്ട്, അസ്തഗീസ് ഞാനിതാ നിന്നോട് സഹായം ചോദിക്കുകയാണ്. അസ്ലിഹ് ലീ ശഅ്നീ കുല്ല, എൻ്റെ എല്ലാ കാര്യവും നീ റെഡിയാക്കി തരണമേ, ശരിയാക്കി തരണമേ. വലാ തകിൽനി, എന്നെ നീ ഏൽപ്പിക്കരുത്, എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത്, ഇലാ നഫ്സി എന്നിലേക്ക് തന്നെ നീ ഏൽപ്പിക്കരുത്, ത്വർഫത ഐൻ കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തേക്ക് പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ
മനസ്സറിഞ്ഞ് ഉറപ്പോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുക. ഇതിൽ ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ ചോദിക്കുക. ഇൻഷാ അള്ളാഹ് ഒരുപാട് ഖൈറുകളിലേക്ക് നമ്മളെത്തും. അങ്ങേയറ്റത്തെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആ ദിവസത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ പ്രാർത്ഥനകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പ്രത്യേകത ചെറിയ വാചകങ്ങളിൽ, കുറച്ചുള്ള വാചകങ്ങളിൽ തന്നെ വലിയ ആശയങ്ങൾ അത് ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുക, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇൻഷാ അല്ലാഹ് ഇത് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പ്രതിഫലം കൂടി ഇത് നമ്മൾ നിമിത്തം ആരെങ്കിലും പഠിച്ചാൽ അതിൻ്റെ കൂലി കൂടി നമുക്ക് അവർ ചൊല്ലുന്ന കാലം അത്രയും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ, ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹു വബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.